ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി മുളങ്കൂമ്പ് അഥവാ ബാംബൂ ഷൂട്ട് പറിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് എങ്ങനെ തോരൻ വെക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ കുത്തുബ് മിനാർ പോലെ കാണുന്നതാണ് നമ്മുടെ ക്ലീൻ ചെയ്ത ബാംബൂ ഷൂട്ട്, അതായത് മുളങ്കൂമ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് മുളങ്കൂമ്പ് വെട്ടിയെടുക്കാൻ പോവുകയാണ്. നമ്മളൊരു തോടിന്റെ സൈഡിലൂടെയാണ് പോകുന്നത്. മുളങ്കാടുകൾ പ്രധാനമായിട്ടും തോടിന്റെ സൈഡിലും അതുപോലെ പുഴയുടെ സൈഡിലൊക്കെയാണ് കണ്ടുവരുന്നത്. പുതുമഴ മണ്ണിൽ തട്ടുന്നതോടു കൂടിയാണ് മുളങ്കൂമ്പുകൾ മുളച്ചു പൊന്തുന്നത്. അവിടെ രണ്ടെണ്ണം അതന്നെ എൻ്റെ ഉമ്മ. എല്ലാ വർഷവും മഴക്കാലത്തിന്റെ തുടക്കത്തിൽ മുളങ്കൂമ്പ് വിളവെടുക്കാമെങ്കിലും നമ്മളിൽ പല ആളുകളും ഈ ഒരു ഐറ്റം ഇതുവരെ കഴിച്ചു കാണില്ല. അതിന്റെ പ്രധാന കാരണം ഇത് വെട്ടിയെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. മുള്ളുകൾ നിറഞ്ഞ മുളങ്കാടുകൾക്കിടയിൽ നിന്നും ഇത് വെട്ടിയെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഒരു മുളങ്കുണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ഒരേ സമയം 4-5 മുളങ്കൂമ്പുകൾ ലഭിക്കും. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും സംഭരണവും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിതരണ ശൃംഖലയുമുള്ള ഷാനി ട്രേഡേഴ്സിൽ നിക്ഷേപിക്കാൻ ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരുക. നമ്മുടെ വയനാട്ടിലെ പുഴയോരങ്ങളിൽ ധാരാളം മുളങ്കാടുകളുണ്ട്. ഇവിടെ നിന്നും ഒരുപാട് മുളങ്കൂമ്പുകൾ നമുക്ക് പറിച്ചെടുത്ത് വ്യാപാരം നടത്താവുന്നതാണ്. എന്നാൽ ആരും തന്നെ ഈ ഒരു വ്യാപാരം നടത്തുന്നതായി ഇന്നേവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. വയനാട്ടിലെ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പ്രധാനമായും ഇപ്പോൾ മുളങ്കൂമ്പുകൾ ശേഖരിക്കുന്നത്. നമുക്ക് ഈ ഒരു മുളങ്കുണ്ടിൽ നിന്ന് തന്നെ 5ഓളം മുളങ്കൂമ്പുകൾ നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുണ്ട്. എത്ര വിളിച്ചു? 1, 2, 3, 4, 5 കിട്ടിയ. പറ അയാളൊരു മിഷ്യൻ പക്മല്ലേ, സാധാ മിഷ്യൻ. അപ്പം നമുക്ക് കിട്ടിയ മുളങ്കൂമ്പാണ്. നമുക്ക് കിട്ടിയ മുളങ്കൂമ്പാണിത്. നമുക്ക് കറി വെക്കാം. ഒരാഴ്ചത്തേക്കുള്ള സാധനമുണ്ട്. 1, 2. ഇതൊക്കെയാണ് നമ്മൾ ആഹാരമൊക്കെ പോകുന്നത്. നിക്കവിടെ അതവിടെ വെച്ചുണ്ട് കേട്ടോ. അവിടെ വെച്ചുണ്ട്. ഇത് ചെറുതുമുണ്ട് വലുതുമുണ്ട്. നമ്മൾ അത്യാവശ്യം വലുതാണ് പറിച്ചത്. ഇനി ചെറുത് ഒരു 2 ചെറുതും പറിച്ച് നോക്കാം. ഇവിടെ മീനൊക്കെ ഒരുപാടുണ്ടല്ലോ. ചെറിയ ചെറിയ മീനുകൾ ഒരുപാടുണ്ട്. ഇതിങ്ങനെ പോയാൽ കരാപ്പുഴ ഡാം വരെ എത്തും. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഗുഹ പോലെ ഇല്ലിക്കാടുകളെല്ലാം ചേർന്ന് ഗുഹ പോലെ ആയിണ്ട്. എന്നടാ ചെറുത് വെട്ടിക്കോ. അത് വെട്ട്. ചെറുത് പറയണ ചെറുതും കിടക്കട്ടെ. ഇത് മഴക്കാലത്താണിത് ഒരുപാട് വളരുത്. അവിടെയൊക്കെ ചെറിയ ചെറിയ ഒരുപാട് മുളങ്കൂമ്പ് പൊന്തി വരുന്നുണ്ട്. അവിടെ ഉണ്ട് ഒരു മീഡിയം സൈസിലുള്ളത് 2 ഉണ്ട്. അത് വെട്ടിക്കോ. കൊണ്ടോ ഞാൻ വെട്ടണം. നിങ്ങൾ വെട്ടിക്കോ. ഇത് വേണ്ട. ഇതൊരു മുളങ്കൂമ്പാണ്. മഴ ഒന്ന് പെയ്ത് കഴിഞ്ഞാലാണ്, വേനൽക്കാലം കഴിഞ്ഞ് ഒരു മഴ ഒന്ന് പെയ്ത് തുടങ്ങിയാലാണ് ഇത് ഓരോ കൂമ്പ് പൊന്തി വരിക. ഇവിടെ ഒരു ചെറിയൊരു കൂമ്പ്. ഇത് മറ്റൊരു കൂമ്പ്. ഇതൊരു കൂമ്പ്. അവിടെ ഉണ്ട് അത്യാവശ്യം വലിയൊരു കൂമ്പ്. അവിടെ കിടക്കുന്നുണ്ട്. അത് വെട്ടാം നമുക്ക്. അതും ഈ ഒരു കൂമ്പ് വെട്ടിക്കോ. എൻ്റെ അടിഭാഗം ഹാർഡാണ് കേട്ടോ. അടിഭാഗം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. മുകൾ ഭാഗം അത് സോഫ്റ്റാണ്. എൻ്റെ കത്തി കൊണ്ട് വെട്ടിയാൽ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അതായത് ഉപ്പേരി വെക്കാൻ പറ്റുക. ടൈറ്റായിട്ട് കട്ട അടിച്ചാൽ കണ്ണൂരൊക്കെ പോകും പറയും. 3 ജില്ല മംഗലാപുരം കട്ട പോണ പോലെ വിടാം. ഇത് നല്ല അടിപൊളി.
ഇതാ ഈ ഒരു ഭാഗമല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ നമുക്ക് കറി വെക്കാൻ പറ്റുള്ളൂ. അത് വെട്ടിക്കോ, അത് വെട്ടിക്കോ. എന്തായാലും ഇതിന്റെ മുകളിലത്തെ ഭാഗം പറ്റും. അത് അടിയിൽ നിന്ന് വെട്ടിക്കോ, അടിയിൽ നിന്ന് വെട്ടി. ഓക്കെ, സെറ്റ്. ഇന്നത്തെയും നാളത്തെയും മറ്റന്നാളത്തെയും ഉപ്പേരി വെക്കാനുള്ള സാധനം ആയിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ കത്തി കൊണ്ട് അരിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ആ ഭാഗം എടുത്തിട്ടാണ് നമ്മൾ എന്താക്കണ്ടേ, പിന്നെ കറി വെക്കാൻ ഉപയോഗിക്കുക. ഹാർഡായിട്ടുള്ള ഭാഗങ്ങൾ ഒന്നിനും പറ്റില്ല. വയനാട്ടുകാർക്ക് മഴക്കാലത്ത് കറി വെക്കാനൊന്നും തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ഇതാ ഈ ഒരു കൂമ്പ് ഒന്നിറങ്ങിയാൽ തന്നെ ഇഷ്ടം പോലെ സാധനം കിട്ടും. മഴക്കാലം സ്റ്റാർട്ടിങ്ങിൽ കിട്ടുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ മഴ കൂടിയാൽ ഒന്നും കിട്ടില്ല. ഇവിടെയൊക്കെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, കൂമ്പുണ്ട്, നല്ല അടിപൊളി കൂമ്പുണ്ട്. മഴക്കാലം പിന്നെ കടുത്താൽ നമുക്ക് ഇത് പറിക്കാൻ വരാൻ പോലും പറ്റില്ല. ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും. മുളങ്കാടുകളുള്ളത് മൊത്തം പുഴ സൈഡിലും അതുപോലെ ഇതുപോലെ ചെറിയ തോടിൻ്റെയൊക്കെ സൈഡിലാണ്. അപ്പോൾ മഴക്കാലം ശക്തമായാൽ നമുക്കിത് പറിക്കാനൊന്നും പറ്റില്ല. തീരെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് സാധനം ഒരുപാട് പറിച്ചെടുക്കാം. നമ്മൾ അവിടെ ഒരു 3-4 പറിച്ച് വെച്ചുകൊണ്ട് ഇത് 2 നമുക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. ഏത് ഭാഗമാണ് മുളങ്കൂമ്പിൻ്റെ ഏത് ഭാഗമാണ് വെക്കുന്നത്, അതുപോലെ എങ്ങനെയാണിത് വെക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം. അതുപോലെ ഇത് അറിയാത്തവർ വെച്ചാൽ ഇതിന് ചെറിയൊരു കയ്പ്പായിരിക്കും. ഇത് വെക്കാൻ ചെറിയൊരു ട്രിക്കുണ്ട്, അത് നമ്മൾ പറഞ്ഞുതരാം. ഇത് നമ്മൾ ഇവിടുന്ന് വെട്ടിയിട്ട് കൂമ്പാണിത്, വലിയ സൈസ്. അയ്യോ, അപ്പോൾ ഇതെങ്ങനെയാ ഏത് രീതിയിലാണ് വൃത്തിയാക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഏത് ഭാഗങ്ങളാണ് എടുക്കേണ്ടത് എന്നൊക്കെ കാണിച്ചു തരാം. ഇത് ഇത്രയും വലിയ സൈസ് നമ്മൾ അങ്ങനെ എടുത്തു തരേണ്ട ഒരാവശ്യമില്ല. അതൊക്കെ ഭയങ്കര ഹാർഡാണ്, അതൊന്നും ഉപ്പേരി വെക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഏറ്റവും എൻഡ് ഭാഗത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള ഭാഗങ്ങളാണ്. സോഫ്റ്റാ, കുറച്ചുകൂടി മുകളിൽ പോകേണ്ടി വരും നന്നാക്കുമ്പോൾ. റെഡിയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ഭാഗങ്ങൾ. ഈ ഭാഗങ്ങളാണ് നമ്മൾ ഉപ്പേരി വെക്കാനായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾ അറിയാത്ത ആൾക്കാർ എടുത്തിട്ട് ഉപ്പേരി വെക്കേണ്ടത് പറഞ്ഞു കൊടുക്ക്. ഇത് വെള്ളത്ത് വെട്ടിയിട്ട് ഇതിന്റെ കട്ട് കളയണം, നുറുക്കി കഴിഞ്ഞിട്ട്. ഇത് ഒന്ന് വേവിപ്പിച്ചിട്ട് ചെറുതാക്കി അരിയ, കുനുകുനാ അരിയാണല്ലേ. കുനുകുനാ അരിഞ്ഞതിന് ശേഷം ഒരു ദിവസം വെള്ളത്തിലിട്ട് ഒന്ന് വേവിപ്പിച്ച് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെക്കണം. എന്നാൽ ഇതിൻ്റെ ഈ ചെറിയൊരു കയ്പ്പ് ഉണ്ടാവും, അത് പോയാൽ മാത്രമേ ഈ സാധനം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ചെറിയൊരു കയ്പ്പായിരിക്കും, തിന്നാൻ പറ്റില്ല. അത് തിന്നാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ കട്ട് പോക്കുന്ന ചെറിയൊരു പരിപാടി ഉണ്ട്. ഒന്ന് വെള്ളത്തിലിട്ട് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെക്കുക. ഒന്ന് കട്ട് ചെയ്യാൻ നാളേക്ക്, നാളെ അതേ സമയത്ത് എടുത്ത് ഉപ്പേരി വെക്കാം. ഇത് ക്ലീൻ ചെയ്യുന്ന രീതിയാണ് ഉണ്ണിയേട്ടൻ കാണിച്ചു തരുന്നത്. ഇത് ഇവിടുത്തെ ആദിവാസികളെ കൂടുതൽ കഴിക്കുക. ട്രൈബൽസ് ആണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുക. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഇപ്പൊ ആദിവാസികൾ തിന്നാൻ കിട്ടാണ്ടായപ്പോ പെട്രോൾ അത് മതി, അത് നല്ല ഭാഗം. ഇതന്നെ അതിന്റെ ഇതാണ് സംഭവം. ഈ ഒരു ഭാഗമാണ് നമുക്ക് ഉപ്പേരി വെക്കാൻ പറ്റിയ ഭാഗം. ഇത് നല്ല ചെറുതാക്കി അരിഞ്ഞിടുക. നമ്മൾ ക്യാബേജൊക്കെ അരിയുന്നത് പോലെ അരിഞ്ഞിടുക. എന്നിട്ട് ഒരു ദിവസം അതേ വെള്ളത്തിലവിടെ വെക്കുക. നല്ലോണം ഒന്ന് വേവിപ്പിച്ചിട്ട് ഒരു ദിവസം അതേ വെള്ളത്തിൽ വെക്കുക. പിറ്റേന്ന് അതേ സമയത്ത് എടുത്ത് ഉപയോഗിക്കാം. എടുത്ത് ഒന്ന് വറവിട്ട് ഉപയോഗിക്കാം അല്ലേ. അല്ല, തിളപ്പിച്ച പിന്നെ അന്നെ ചെയ്യാം. അന്ന് പറ്റില്ല. പിറ്റേന്ന് രാവിലെ പിന്നെ ഒരു 5-6 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. അല്ലാണ്ട് അന്ന് വീട്ടിൽ വെച്ചിട്ട് ഒരു ഗുണമില്ല, ഫുള്ള് കയ്പാ.
അതെന്താ വെച്ചാൽ പിന്നെ അങ്ങനെ തന്നെ വെക്കാൻ പറഞ്ഞേ. അങ്ങനെ തന്നെ വെച്ച് പിറ്റേന്ന് രാവിലെ എടുത്ത് വെച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ്. നമ്മളെ ക്യാബേജ് പോലൊക്കെ തന്നെ ഇത് മാത്രം മതി ചോറ് തിന്നാൻ. അതൊക്കെ നമ്മൾ വെട്ടിക്കൊണ്ടുവന്നതാണ്. അതൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതാണ്. മുകളിലത്തെ കത്തി കൊണ്ടങ്ങ് കട്ട് ചെയ്താലോ മുകൾ ഭാഗം? കളയണം, എടുക്കില്ല എന്നാ നിന്റെ അഭിപ്രായം. അതിന്റെ ടോപ്പിലേക്കുള്ള കട്ടി, ടോപ്പിലേക്കുള്ള ഇതുപോലെ തന്നെ ചേനപ്പൂ. ചേനപ്പൂ പോലെ ചേനപ്പൂവിന്റെ ഒരു കെട്ടുണ്ട് അല്ലേ? ഇത് മറ്റൊരു വലിയ മുളങ്കൂമ്പ്. ഇതാണ് നമ്മൾ ട്രൈബൽസ് ആദിവാസികൾ ഒരുപാട് ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മളിപ്പോൾ ഞാൻ ഈ വർഷം ആദ്യമായിട്ട് ഇത് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സാധന, നല്ല നമ്മളെ ഇതുപോലെ ഉണ്ടാവും, ക്യാബേജ് ഒക്കെ വെച്ച പോലെ ഉണ്ടാവും, അതുപോലെ ഉണ്ടാവും. നിങ്ങൾ വെച്ചോ? ഞാൻ ഒരു പ്രാവശ്യം വെച്ച് കഴിച്ച് നല്ല ടേസ്റ്റാ. പിന്നെ ഞാൻ സ്ഥിരം വെട്ടാൻ തുടങ്ങി. പണ്ടാത്ത കളി ഇതെല്ലാം തിന്നിട്ടല്ലേ അവർക്ക് ആരോഗ്യം. ഓലല്ല ഇങ്ങനെയല്ല തിന്നല കായക്കൂമ്പ്. എന്റെ ഉമ്മയിലെല്ലാരും തിന്നിക്കുന്നറിഞ്ഞൊക്കെ കായക്കൂമ്പ് വെച്ച് നല്ല രസാ, ടേസ്റ്റായി. ആയുധര കുട്ടി ഉപയോഗിക്കില്ല. ഞാൻ ഇന്നലെ കൊടുത്തില്ല എടപിടിയാ ഇത് വെച്ചിക്കോളി. മുറിച്ചിടാനും നല്ല സുഖം. ഇതോ നമ്മളെ ക്യാബേജ് മുറിച്ചിടുന്ന പോലെ മുറിച്ചില്ല. ഇതിനെ കൊണ്ട് പടാപട്ട് പണി കഴിയും. കച്ച 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 ഇങ്ങനെ മുറിച്ചിടാം. ഇന്നലെ അവിടെ വെച്ചിക്കോളി. ഇല്ല വെച്ചിക്കില്ല, വെച്ചിക്കില്ലേ? കാണുന്നുണ്ടോ? ഇതേണ്ട മുറിച്ചിട്ടേണ്ട എന്താ രണ്ട് പീസ് ആക്കണം. മറ്റേ മുളകന്റെ ഇത് കഴിയേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്തത്തെ തോലൊക്കെ ചെത്തിയാ മതി. ഉള്ളിലുള്ള കഴിയണ കഴുകാം. അതെ പനാന്റെ നൂറല്ലേ? നൂറിടിച്ച് ഊറ്റിയിട്ട് കറി തിന്ന അതെല്ലാം പണ്ടത്തെ കാലമല്ല. നാളെ വളരെ പഴച്ചം വന്നിട്ട് പെറുക്കി കൊണ്ടുവന്നിട്ട് കാരണം പൂവിട്ട് കായുണ്ടായാലും നല്ല മൂട്ടുണ്ടാവുമല്ലോ. ഇത് കുറച്ച് മൂപ്പ് കൂടുതൽ. മൂപ്പ് കൂടിയ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മൂപ്പ് കുറഞ്ഞ ഭാഗം. ഓ ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിച്ച ഇന്നലെ പറിച്ചുണ്ടോ? ഇത് മഴക്കാലത്ത് ഇത് ഉണ്ടാകാ. മഴക്കാലത്ത് പുതുമഴ കിട്ടിയാലേ ഇതിന്റെ ഇത് ഭൂമിക്ക് വരും. ഇതായിട്ടല്ലേ കായലുണ്ട് അരി.
ഇത് കട്ടിയാ, ഇത് വേണം. ഇത് പറ്റില്ല, ഇത് കട്ടി കൂടുതൽ. ശരി, നമുക്ക് ഇത് പിന്നെ പായലരി വയവക്കത്ത് പോയിട്ട് മുണ്ടി വിരിക്കും. അല്ലെങ്കിൽ അവിടെ നല്ലോണം അങ്ങ് അടിച്ചു വാരിക്കളി. മണ്ണിലായാല് നന്നാക്കി ഇറങ്ങാറ. മണ്ണിലായാല് നന്നാക്കി ഇറങ്ങാറ. വയവക്കത്തുനിന്ന് പോയത് തിരികെ ചെയ്യാം. അത് പാല് വരുമ്പോ നല്ല കാറ്റടിക്കുമ്പോ തൊയ്യല്ല. അങ്ങനെ അടിച്ചു വാരി കൊണ്ടുവന്ന് വേലത്തിട്ട് ഉണങ്ങി കുത്തി വെക്കുക. നല്ല രസാ തിന്നേനെ. ഇപ്പൊ കിട്ടുന്നുണ്ട് പായസം, കാലരി പായസം ഇപ്പൊ കിട്ടുന്നുണ്ട്. ഓ, വൈത്തിരിയൊക്കെ പോയാൽ സ്ഥിരം കിട്ടും. ഇപ്പൊ കൊല്ലം കഴിയണം പോലെ ഇത് കിട്ടുന്നത്. 30-40 കൊല്ലം കഴിയണം. ഇത് EMI കൊടുത്ത ഏത് നിങ്ങളിപ്പോ ചേരണ്ടെന്നോ? ഈസിയാണ് പറഞ്ഞിട്ട് എന്താ ഇത്ര ഇല്ലേ? ഒരു പേരിക്കില്ലേ? ആരെടുത്തന്നെ? ഒന്ന് പോരാ, രണ്ടെണ്ണം. അതിന് ആരെടുത്തന്നെ ഈ സാധനം? മരുന്നൊന്നും അടിക്കാത്ത നല്ല സാധനല്ലേ? ഇന്നാരായി മരുന്നടിക്കുന്നേ? കെമിക്കൽ ഫ്രീ, പെസ്റ്റിസൈഡ് ഫ്രീ, ഒന്നും ഇല്ലാത്ത സാധനം. അയ്യോ, ഒരു പേരിക്കുള്ളതല്ലേ?